ഹായ്, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഓരോരുത്തരെയും 8 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു വിസ ചിട്ടിയിൽ പറ്റിക്കപ്പെട്ട കേസ്. അപ്പോൾ ആ കേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ വീഡിയോസ് 2-3 ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട് ബിബിൻ ജഗദീഷ് എന്ന് പറഞ്ഞിട്ട് 2 പേര്. അന്ന് ആറുകളെ പരിചയപ്പെടുത്തിയത് തൃശ്ശൂർ മാള ഇരട്ടപ്പടി ഭാഗത്തുള്ള രാജേഷ് മാധവ് എന്ന് പറഞ്ഞൊരു വ്യക്തി കേട്ടാ. പുള്ളി ഇപ്പോൾ അടിപൊളിയായിട്ട് പുള്ളിയുടെ കാര്യമൊക്കെ നോക്കി നടക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ പേരിൽ കേസുകൾ തരും മാള സ്റ്റേഷനിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത ഓരോ വീഡിയോയ്ക്കും ആൾക്ക് എൻ്റെ പേരിൽ കേസ് തരും. ഞാൻ 2 വട്ടം ഏകദേശം മാള സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. അത് പല കേസായിട്ട് നമുക്ക് തരണേ, ഒരു കാര്യമില്ലാത്ത കേസൊക്കെ ഇട്ട് തരണേ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിയുടെ ഒരു മൈൻഡ്. അപ്പോൾ അവിടെ ചെല്ലും. ചില പോലീസുകാർ മാത്രം അതിൽ ഭയങ്കര ആക്റ്റീവാണ് നമ്മുടെ കാര്യത്തിൽ. പറ്റിക്കപ്പെട്ടത് നമ്മൾ ചതിച്ചേക്കുന്ന വേറെ ടീം, എന്നാൽ പോലും ഉള്ള ആട്ടും തുപ്പും കേൾക്കുന്നത് മൊത്തം നമുക്ക്. അപ്പം ഈ പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ വെറുതെ അവർ പറഞ്ഞ വോയിസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കളയാതെ. അപ്പം അത് ഉപകാരമാണ് എനിക്ക്. പക്ഷേ ഇത് പോലീസുകാരുടെ അടുത്ത് കാണിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല, നമ്മൾക്ക് തന്നെ ആട്ടും തുപ്പും കേൾക്കണേ. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇനി മുതലുള്ള എല്ലാ വീഡിയോയിലും ഇടാൻ പോകുന്നുണ്ടാവും. കാരണം ഈ പരിപാടി ഞാൻ നിർത്താൻ പോണില്ല. അവന്മാർ ഈ പരിപാടി പറ്റിക്കുന്ന പരിപാടി നിർത്താൻ പോണില്ല. ഞാനല്ല അവസാനമായിട്ട് പറ്റിക്കപ്പെട്ട ആള്, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും അല്ല. ഇതിന് ശേഷം ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. ഇനി ഒരുത്തനും പറ്റിക്കപ്പെടണ്ട. നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ബാക്കിയുള്ള പൈസ ഉണ്ടാക്കണേ. ഈ പൈസ ഒക്കെ സിമ്പിളായിട്ട് ഓരോ ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് ഊമ്പിച്ച് കൊണ്ടുപോകണ പരിപാടി അവന്മാർ ചെയ്തുകൊണ്ടിരിക്കണേ. ഇനി ഒരു കേസ് ഉണ്ടായിട്ട് ഇനി മാള സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരനോട് പറയാൻ കൂടി ചെയ്തു, നീ വീഡിയോ ഇടാൻ പാടില്ല നീ, അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഞാനിപ്പോൾ വീഡിയോ ഇട്ടത് വേറൊരുത്തരും മൂഞ്ചാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലും മനസ്സിലാക്കാനുള്ള ബോധം പോലീസുകാർക്ക് ഇല്ല. അപ്പം ഞാൻ ഈ തുടക്കം മുതൽ ഓരോ വീഡിയോ അവർ നമ്മളുടെ അടുത്ത് കണക്ട് ചെയ്ത് പിന്നുള്ള ഓരോ വോയിസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ വീഡിയോയിൽ ഇടണതായിരിക്കും കേട്ടോ. ഇനി മുതലുള്ള എല്ലാ വീഡിയോയിലും ഞാൻ ഓരോന്നോരോന്നായിട്ട് കറക്റ്റായി ഇടാം.